രാജ്യത്തെ ഞെട്ടിച്ച് ഗുജറാത്തിൽ വിമാന ദുരന്തം 242 പേരുമായി എയർ ഇന്ത്യ യാത്രാവിമാനം പറന്നുയർന്ന് 2 മിനിറ്റിനകം തീഗോളമായി കത്തി അമരുകയായിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ AI-171 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചെന്ന് വ്യോമയാന മന്ത്രി സ്ഥിരീകരിച്ചു. ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത് ഉച്ചയ്ക്ക് 1:39-ന്. 2 മിനിറ്റിൽ എല്ലാം കഴിഞ്ഞു. പറന്നു പൊങ്ങി 1 മിനിറ്റ് പിന്നിട്ടപ്പോൾ വിമാനത്തിൽ നിന്ന് അത്യന്തം അപകടകരമായ സാഹചര്യത്തിൽ അയക്കുന്ന പൈലറ്റിന്റെ മെയ്ഡേ സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിൽ കിട്ടി. എയർ ട്രാഫിക് കൺട്രോൾ തിരികെ പൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. ഏതാണ്ട് 645 അടി ഉയരത്തിൽ നിന്ന് വിമാനം താഴേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി. ആ സമയത്തും വിമാനം ഉയർത്താനുള്ള പൈലറ്റിന്റെ പരിശ്രമം ദൃശ്യങ്ങളിൽ വ്യക്തം. ശ്രമം വിഫലമാകുന്നത് തിരിച്ചറിയുന്ന പൈലറ്റ് വിമാനത്തിന്റെ മുൻഭാഗം ഉയർത്തിപ്പിടിച്ച് ആഘാതം പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തീഗോളമായി മാറി. അഹമ്മദാബാദ് നഗരത്തിലെ തിരക്കേറിയ ഭാഗത്ത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മീതെ മെസ് ഹാൾ തകർത്തുകൊണ്ടാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. ഈ സമയം മെസ്സിൽ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ രക്ഷാപ്രവർത്തനം തുടങ്ങാനായി. പക്ഷേ വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൂർണ്ണമായും നിറച്ചിരുന്നതുകൊണ്ട് തീ നിയന്ത്രണാതീതമായിരുന്നു. കെട്ടിടത്തിലേക്കും തീ ആളിപ്പടർന്നു. പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 230 പേർ യാത്രക്കാരും 12 പേർ ജീവനക്കാരുമാണ്. യാത്രക്കാരിൽ 169 ഇന്ത്യക്കാർ, ബ്രിട്ടീഷ് പൗരന്മാർ 53, പോർച്ചുഗീസ് പൗരന്മാർ 7, ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെടുന്നു. 13 കുട്ടികളാണ് ഇതിൽ, 2 പേർ പിഞ്ചു കുഞ്ഞുങ്ങളും. മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും അപകടത്തിൽപ്പെട്ടു. BJP നേതാവും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നതായി യാത്രാരേഖകളിൽ നിന്ന് വ്യക്തമായി. ഇന്ത്യയിൽ ഇതാദ്യമായാണ് ബോയിങ് വിമാനം അപകടത്തിൽപ്പെടുന്നത്. പൈലറ്റ് സുമിക് സബർവാൾ, കോ പൈലറ്റ് ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. ഇരുവരും പരിചയസമ്പന്നരായ പൈലറ്റുമാരാണെന്ന് DGCA വിശദീകരിച്ചു. സമീപകാലത്തെ ഏറ്റവും ദാരുണമായ ആകാശ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് രാജ്യം ഇപ്പോഴും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.